നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പോലെ തന്നെ ഒരു കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു. ആ വാല്യൂ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഒരുപാട് കേസ് 1, കേസ് 2, കേസ് 3, ഡീഫാൾട്ട് എന്നിങ്ങനെ ഓരോ വിവിധ തരത്തിലുള്ള വാല്യൂസുമായി നമ്മൾ കൊടുത്ത ഈ വാല്യൂ എക്സ്പ്രഷനിൽ കൊടുത്ത വാല്യൂ മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എക്സ്പ്രഷനിൽ കൊടുത്ത വാല്യൂ അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കൊടുത്ത ഏതെങ്കിലും ഒരു വാല്യൂ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് നമുക്ക് റൺ ആവുന്നു. നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കമ്പയർ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഓരോ വാല്യൂസിനെയും നമ്മൾ കേസ് എന്നാണ് വിളിക്കുന്നത്. സോ ഉദാഹരണമായി ഞാനിവിടെ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത് എക്സ്പ്രഷനിൽ. ശേഷം താഴെ ഇത് ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഈ 1 എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു കേസുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 1 ആണ്. ആദ്യത്തെ കേസുമായിട്ട് തന്നെ നമ്മുടെ കൊടുത്ത വാല്യൂ മാച്ച് ആവുന്നുണ്ട്. സോ അങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഈ കോഡ് റൺ ആവുന്നു. കോഡ് 1 റൺ ആവുന്നു. കോഡ് 1 റൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മളിവിടെ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കേസ് 1മായി മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. മാച്ച് ആവുന്നില്ല. പിന്നെ കേസ് 2മായി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ കേസ് 2വിനുള്ളിലെ കോഡ് 2 റൺ ആവുന്നു. ശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ബ്രേക്ക് ആവുന്നു. സോ ഈ ഒരു രീതിയിലാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി ഉദാഹരണമായി നമ്മളിവിടെ 1, 2, 3 കേസസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഉദാഹരണമായി ഞാനിവിടെ 5 എന്ന് പറയുന്ന വാല്യൂ എൻ്റർ ചെയ്യുന്നു. സോ അത് ഓരോ കേസുമായി ചെക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ഇവിടെയുള്ളത് ഇപ്പോൾ കേസ് 1, 2, 3, 3 വരെയാണ്. സോ ഇതിലൊരു കേസുമായും നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ മാച്ച് ആവുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്കുള്ള ഒരു ഓപ്ഷനാണ് ഡീഫാൾട്ട് കേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒറ്റ കേസുമായും മാച്ച് ആവുന്നില്ലെങ്കിൽ സോ നമുക്ക് ഡീഫാൾട്ട് എന്ന് എഴുതിയ ഭാഗത്തെ കോഡ് റൺ ആവുന്നു. അതിനുശേഷം അത് ബ്രേക്കായി നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നു. സോ ഇതെങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ 1 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ലെറ്ററിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യേണ്ടതുണ്ട്. അതായത് 1 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് ലഭിക്കണം. അതുപോലെ 2 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് ലഭിക്കണം. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ മൈ നമ്പർ എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്ക് സ്വിച്ച് എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്വിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് മൈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് മൈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളാണ്. ശേഷം നമ്മളൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മൾ ആദ്യത്തെ കേസ് ചെക്ക് ചെയ്യുന്നു. കേസ് 1 നമ്മൾ കൊടുത്ത വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 1 ആണെങ്കിൽ നമുക്ക് 1 എന്ന് അക്ഷരത്തിൽ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ 1 എന്നിവിടെ എഴുതുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ 1 ആണെങ്കിൽ നമുക്കിവിടെ 1 എന്ന് പറയുന്നൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ചെയ്യാം. സോ നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. ഇനി 2 ആണെങ്കിൽ നമുക്ക് വേണ്ടത് 2 എന്ന് പറയുന്ന റിസൾട്ടാണ്. സോ നമ്മളിവിടെ 2 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഇനി 3 ആണെങ്കിൽ നമ്മളിവിടെ 3 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1, 2, 3 എന്നീ വാല്യൂസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീഫാൾട്ട് കേസ് നമ്മളിവിടെ കൊടുക്കുന്നു. സോ എസ് ഔട്ട്. നമ്മളിവിടെ ഇൻവാലിഡ് നമ്പർ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ ബ്രേക്സ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. സോ നമ്മൾ ആദ്യം 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്യുന്നു. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. ഈ 3 സംഖ്യകളല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവാലിഡ് നമ്പർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യമായി ഇതിൽ 1 എന്ന് പറയുന്ന നമ്പർ കൊടുത്ത് നോക്കാം. സോ നമ്മളിതിൽ മൈ നമ്പറിൽ 1 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടേണ്ടത് ഈ 1 എന്ന് പറയുന്ന വേർഡിൽ 1 എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് കിട്ടേണ്ടത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് 1 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിച്ചു. ഇനി ഞാൻ ഇതിലെ വാല്യൂ 2 എന്നാക്കുന്നു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് പറയുന്ന മെസ്സേജ് ലഭിച്ചു. അതുപോലെ ഞാനിവിടെ 3 എന്ന് കൊടുക്കുന്നു. 3 എന്ന് കൊടുത്താൽ നമുക്ക് വേർഡിൽ 3 എന്ന് പറയുന്ന മെസ്സേജ് ലഭിക്കുന്നു. ഇനി ഞാനിവിടെ 1, 2, 3 അല്ലാത്ത മറ്റൊരു സംഖ്യ ഞാനിവിടെ 5 എന്ന് കൊടുത്തു. സോ നമുക്ക് വരേണ്ടത് ഈ ഡീഫാൾട്ട് കേസിലെ ഈ ഇൻവാലിഡ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ടാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ
നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഡിഫാൾട്ട് ബ്ലോക്കിലെ ആ കോഡാണ് റൺ ആയത്. ഇൻവാലിഡ് നമ്പർ എന്ന് പറയുന്ന ആ കോഡ് എക്സിക്യൂട്ടായി. ഇത്തരത്തിൽ നമുക്ക് എത്ര കേസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. അതിനൊരു ലിമിറ്റില്ല. എത്ര കേസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.